നമസ്കാരം. 1200 ആണ്ടിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ ജാതക പ്രകാരം നിങ്ങളുടെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നതാകുന്നു, അഥവാ ഭാഗ്യം തേടിയെത്തുന്നതാണ്. മേടക്കൂറുകാരായ നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും മീനമാസം വരെ, അതായത് മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ മീനമാസം വരെ വന്ന് ചേരുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത്. എന്നാൽ ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാരാണ് എങ്കിൽ സമ്മിശ്രമായ ഫലമാണ് വന്നു ചേരുക. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് പരാമർശിക്കാം. ഏത് കാര്യത്തിലും വിജയം പൊതുഫലമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യകരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ ഉയർച്ച, സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തൊഴിൽ നേടുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മുടങ്ങിക്കിടക്കുന്നതായ പലവിധ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതുമാണ്. തടസ്സങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സംസാരത്താൽ പല അനുകൂലമായ അനുഭവങ്ങളും, അതായത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ നിങ്ങളുടെ ശൈലിയാൽ സാധിക്കുന്നതാകുന്നു. അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിലൂടെ പല കാര്യങ്ങളും അനുകൂലമാക്കുവാനും തന്മൂലം നേട്ടങ്ങൾ അത് ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നീതിബോധം വളരെയധികം ഉയരുന്നതായ അവസരം കൂടിയാണ് ഇത്. അഥവാ ഈ വർഷം അത്തരത്തിൽ നീതിബോധം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. പല കാര്യങ്ങളും അത്തരത്തിൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുന്നുണ്ട് എങ്കിൽ, അഥവാ വിവാഹം നോക്കുന്നുണ്ട് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിവാഹം നടക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. അതിനാൽ വിവാഹത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ വർഷം കൂടിയാണ് ഇത്. അതിനാൽ പല കാര്യങ്ങളിലും തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരാം. ശരിയായ രീതിയിൽ തന്നെ പല ജോലികളും കൃത്യമായ സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് അനുകൂലമായ ഘടകമായി മാറും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുക, അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആദായം അഥവാ നിങ്ങൾക്ക് ലാഭം ലഭിച്ചു തുടങ്ങും എന്ന കാര്യം ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറും. കാരണം സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച, ജോലി ലഭിക്കുക, വിവാഹം നടക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സന്താനങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ വർഷം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാകുന്നു.
അതിനാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ അത് സാമ്പത്തികപരമായി നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റ സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്നതായ വർഷമാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനക്ലേശങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനക്ലേശങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായ ക്ലേശങ്ങൾ അത് പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ചതിവിനാലോ സംഭവിക്കുന്ന പ്രശ്നങ്ങളാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം. അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം വളരെ കൂടുതലാകുന്നു. കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പ്രത്യേകമായി അറിയേണ്ടതായ ഒരു കാര്യം, ഈ വർഷം രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ മികച്ചതായി തീരും എന്ന് തന്നെയാകുന്നു. സാമ്പത്തികപരമായി പ്രതീക്ഷിക്കാതെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. ജന്മഗ്രഹ നിലയിൽ രാഹു ശക്തമായവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബ ഭദ്രത ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത്. മത്സര പരീക്ഷകളിൽ വിജയം നേടുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ദമ്പതികൾക്ക് ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. അതിനാൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയം നിങ്ങൾക്ക് അനുകൂലമാകാം. വിവാഹത്തിലേക്ക് അത് എത്തിച്ചേരുവാൻ, വിവാഹത്തിൽ കലാശിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മരണസമാനമായ അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനാൽ നിത്യവും ഇഷ്ടദേവതയെയും പരമശിവനെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങൾ വരുമ്പോൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ആ സമയങ്ങളിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഈ ദേവതകളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം മുടക്കരുത് എന്ന കാര്യം ഓർക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ കുടുംബത്തിലെ ഒരു അംഗമെങ്കിലും ദർശനം നടത്തുന്നതും ശുഭകരമാണ്. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങളുടെ പേരിൽ വഴിപാടുകൾ ഈ സമയങ്ങളിൽ നിങ്ങളുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് ശുഭകരമാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ജലധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ എല്ലാ മാസവും ഈ വഴിപാടുകൾ മുടക്കം കൂടാതെ നടത്തി മുന്നോട്ട് പോവുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അത് പല കാര്യങ്ങളിലും വന്നു ചേരാം. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. സ്വയം ബോധ്യം വന്നതിന് ശേഷം മാത്രം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോവുക.